ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നമ്മളല്ലാതെ മറ്റാരും രഹസ്യം അറിയാൻ പാടില്ലെന്നാ ഞാൻ പറയുന്നത്. ആ ബോഡി അത് നിങ്ങൾ എവിടെ കൊണ്ട് കളഞ്ഞു? അതൊക്കെ ഞാൻ ചെയ്യേണ്ടതുപോലെ ചെയ്തിട്ടുണ്ട്. അതല്ല, എനിക്കത് അറിയണം. അത് എന്റെ സ്വസ്ഥതയ്ക്ക് വേണ്ടിയാ. ഗോപാലേട്ട, ആ ബോഡി എന്താ ചെയ്തത്? അല്ല, പറ ഗോപാലേട്ട. എന്റെ ഒരു സമാധാനത്തിന് വേണ്ടിയാ ചോദിക്കുന്നത്. ഒന്ന് പറയേ, എന്താ ചെയ്തത്? നോക്ക്, ഇത് നീ ഉദ്ദേശിക്കുന്ന പോലെ ഒരു കാര്യമല്ല. ഏതെങ്കിലും രീതിയിൽ സംഗതി ലീക്കായാൽ പിന്നെ കിടക്കുന്ന ജയിലിലായിരിക്കും. അതുകൊണ്ട് സംസാരിക്കുന്നത് പോലും സൂക്ഷിച്ചു വേണം. അല്ല ഗോപാലേട്ട, എനിക്കറിയണം. എനിക്കതറിയാഞ്ഞിട്ട് ഒരു സ്വസ്ഥതയില്ല. പറയ ഗോപാലേട്ട, പറ ഗോപാലേട്ട, നിങ്ങൾ എവിടെ കൊണ്ടുപോയി അത് കളഞ്ഞത്? അല്ല, നമ്മുടെ പറമ്പിലെങ്ങാനും? ശാരദ, നീ അതേക്കുറിച്ച് ചിന്തിക്കണ്ട. ഇവിടെ മറ്റാരും അത് അറിയാൻ പോകുന്നില്ല. നമ്മുടെ സ്വസ്ഥത കെടുത്താനായിട്ട് അവനിനി ഇല്ലാത്ത പോലെ അവന്റെ ശരീരവുമില്ല. അത് മറന്നേക്ക്. അത് ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത പോലെ നീ നിന്റെ ജോലി നോക്ക്. ഗോപാലേട്ട, എന്താ? അതറിയാതെ എനിക്ക് പറ്റില്ല ഗോപാലേട്ട. ഒന്ന് പറ ഗോപാലേട്ട, നിങ്ങൾ അത് എവിടെയാ കെട്ടി താഴ്ത്തിയത്? പുഴയിൽ ഒഴിക്കോ? അതോ നമ്മുടെ പറമ്പിൽ എവിടെയെങ്കിലും കുഴിച്ചിട്ടോ? എനിക്കതറിയാഞ്ഞിട്ട് പറ്റുന്നില്ല. ശാരദ, അത് എനിക്ക് അറിഞ്ഞേ ഒക്കൂ. ഗോപാലേട്ടൻ പറയേ. ഞാനത് ഇവിടുന്ന് അത് പിന്നെ അച്ഛനിതെപ്പോ വന്നു? ഞാനിപ്പോ അല്ല, ഇന്നലെ വന്നു. അമ്മ, എന്താ എന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്ന? അത് ഒന്നുമില്ല മോളെ, ഒന്നുമില്ല. അല്ലല്ലോ, എന്തോ ഉണ്ട്. ഏയ്, ഒന്നുമില്ല. അല്ല, ഇതെന്താ അച്ഛന്റെ ദേഹത്ത് മുഴുവൻ മണ്ണും പൊടിയൊക്കെ? അത് പിന്നെ മോളെ, രാവിലെ എഴുന്നേറ്റപ്പം ഒരു 3-4 വാഴക്കന്ന് കുഴിച്ചിടാനുണ്ടായിരുന്നു. ഒരു എക്സസൈസ് ആകുമല്ലോ എന്ന് കരുതി ചെയ്തതാ. അമ്മ, ശരിക്കും എന്താ ഇന്നലെ രാത്രി ഇവിടെ ഉണ്ടായേ? അല്ല, വിഷ്ണുവേട്ടൻ ഇങ്ങോട്ട് വന്നില്ലേ? ഞാനാണെങ്കിൽ വിളിച്ചു നോക്കിയിട്ട് കിട്ടുന്നുമില്ല. അത് അല്ല, അനൂപും നൂർജഹാനും എന്തിയെ? അവരെ ഒന്ന് വിളിക്ക്. എന്താ അവരുടെ ഉദ്ദേശം എന്നൊന്നും അറിയണമല്ലോ. അനൂപേ. മോളെ, അനൂപ് ആ പെങ്കുച്ചിനെ വിളിച്ച് ഇവിടെ ആക്കിയിട്ട് അമ്മയെ കാണണമെന്നും പറഞ്ഞ് ബാലേന്ദ്രനൊപ്പം പോയി. പിന്നൊന്നും പറയാതിരിക്കുക ഭേദം. നൂറിന്റെ വീട്ടുകാര് വിവരം പോലീസിനെ അറിയിച്ചു. പിന്നെ അതിന്റെ വീട്ടുകാരും പോലീസുകാരും ഒക്കെ ഓടിപ്പാഞ്ഞ് നടക്കുമായിരുന്നു. വിഷ്ണു വന്ന് നൂർജഹാനെ ഇവിടുന്ന് മാറ്റാൻ ശ്രമിച്ചപ്പോ ചന്ദ്രബോസും കൂട്ടരും കൂടെ വന്ന് വിഷ്ണുവിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. വിഷ്ണുവേട്ടനെ അറസ്റ്റ് ചെയ്തെന്നോ? ആ, ഇക്കാര്യം മോളെ വിളിച്ചറിയിക്കാൻ നോക്കിയിട്ട് ഫോൺ കിട്ടുന്നില്ലായിരുന്നു. ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചെന്നറിയാവോ? എന്റെ അമ്മ, അമ്മ എന്തൊക്കെയായി പറയുന്നേ? വിഷ്ണുവേട്ടൻ എന്തിനാ അറസ്റ്റ് ചെയ്തേ? വിഷ്ണുവേട്ടൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ? അത് മോളെ, നടന്ന എന്താന്ന് വെച്ചാല്, അഴിയണ്ടിക്ക് നിന്നെ ഞാൻ കുറച്ച് നാളെങ്കിൽ കുറച്ച് നാളത്തേക്ക്.
ശാലിനി, മോളിപ്പോ തന്നെ വിഷ്ണുവിനെ പോയി കാണണം. ചന്ദ്രബോസിന്റെ കയ്യിൽ നിന്ന് എത്രയും പെട്ടെന്ന് അവനെ ജാമ്യത്തിൽ ഇറക്കണം. ഇല്ലെങ്കിൽ എന്തൊക്കെ കേസുകളാ അയാൾ എഴുതി പിടിപ്പിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. ശാരദാമ്മേ, ആ ആ മക്കളെ, വാ. മുത്തശ്ശ, അയ്യോ മക്കളെ, മുത്തച്ഛന്റെ ദേഹത്ത് അപ്പാട് ചെളിയാ. മുത്തച്ഛൻ പെട്ടെന്ന് പോയി ഇതൊക്കെ വൃത്തിയാക്കിയിട്ട് ഓടി വരാം. മക്കളെ ചെന്ന് ഡ്രസ്സൊക്കെ മാറ്. യാത്ര ചെയ്ത് ക്ഷീണിച്ചല്ലേ, അപ്പോഴേക്കും ഞാൻ അങ്ങോട്ട് വരാം. ചെല്ല്. അറിയാലോ കാര്യങ്ങള്. സംസാരിക്കുമ്പോൾ സൂക്ഷിച്ച് സംസാരിക്കണം. വാക്കുകൾ അളന്നു മുറിച്ച് തന്നെ സംസാരിക്കണം. ചെന്ന് ഡ്രസ്സ് മാറേ. നമ്മളല്ലാതെ മറ്റാരും രഹസ്യം അറിയാൻ പാടില്ലെന്നാ ഞാൻ പറയുന്നത്. മോള് പോലും മനസ്സിലായോ? കിട്ടുന്നുമില്ല. മോളെ, എനിക്ക് വിഷ്ണുവിന്റെ കാര്യത്തിൽ നല്ല പേടിയുണ്ട്. വളരെ വലിയൊരു അപകടത്തിലേക്കാ ഞാൻ വിഷ്ണുവേട്ടനെ പറഞ്ഞു വിട്ടിരിക്കുന്നത്. ചന്ദ്രബോസ് എന്തും ചെയ്യും. അയാള് കാത്തിരുന്ന ഇരയാ അയാളുടെ കൈവെള്ളയിലേക്ക് കിട്ടിയിരിക്കുന്നത്. ആലോചിച്ച് നിൽക്കാനുള്ള സമയം ഇല്ല മോളെ. എത്രയും പെട്ടെന്ന് വിഷ്ണുവിനെ ഇറക്കാനുള്ള കാര്യങ്ങളൊന്ന് ചെയ്യ്. ചെയ്യാമേ. ചന്ദ്രബോസ് അയാളുടെ കുരുട്ട് ബുദ്ധി ഉപയോഗിച്ച് തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് വിഷ്ണുവേട്ടനെ ഇറക്കണം. ഇറക്കിയിരിക്കും ഞാൻ. ഹലോ ചിറ്റപ്പ. എന്തോ നാടി ഫോണെടുക്കത്ര താമസം? എടീ, ഒരു ACB കിടന്ന് വിളിക്കുന്നത് ഓർക്കണേ നീ. ഓ, ഞാൻ കിച്ചണിലായിരുന്നു ചിറ്റപ്പ. ഞാൻ തന്നെ വെച്ചുണ്ടാക്കിയാലല്ലേ കഴിക്കാൻ പറ്റൂ. നിന്റെ കൊക്ക് ഭർത്താവ് അവിടെ ഇല്ലടി. സോറി, നിന്റെ കൊക്ക് ഭർത്താവ് അവിടെ ഇല്ലടി. നല്ല ഉഷ്ണെന്ന് പറഞ്ഞു പോയതാ. ഇനി ഒരു കറക്കമൊക്കെ കറങ്ങിയിട്ടേ വരൂ. അല്ല, ചിറ്റപ്പൻ എന്തിനാ വിളിച്ചത്? എടി, ആ കേസിൽ വിഷ്ണുവിനെ പൊക്കി ഞാൻ അകത്താക്കിയിട്ടുണ്ട്.